ഇപ്പോൾ മാർട്ടിൻ ജോർജ് കണ്ണൂർ DCC അധ്യക്ഷൻ അദ്ദേഹം ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ മാർട്ടിൻ ജോർജ്, ഇത് ഒരു അസ്വാഭാവിക മരണമാണ്. ജോലി സമ്മർദ്ദം തന്നെയാണോ ഈ മരണകാരണമായി താങ്കൾ കരുതുന്നത്? ഒപ്പം കോൺഗ്രസ് പാർട്ടിയും ഇതിനകത്ത് BLOമാരെ സംബന്ധിച്ചിടത്തോളം ജോലി സമ്മർദ്ദമുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് കൃത്യമായി ആദ്യം തന്നെ പറഞ്ഞത്, ഈ സമയത്ത് ഇത് ചെയ്യരുത്, ത്രിതല പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത് ഇത് ചെയ്യരുത് എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇതിനകത്ത് ഇടപെടലുകൾ നടത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ശക്തമായ ഒരു നിലപാട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആദ്യം മുതലേ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. പക്ഷേ ഇതല്ല ഇവിടെ സംഭവിച്ചത്, അതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഇപ്പൊ ഈ പറഞ്ഞ മാനസിക സമ്മർദ്ദത്തിനുപരിയായി ഇവിടെ CPMകാർ ഈ മാനസിക സമ്മർദ്ദം നിലനിൽക്കുമ്പോൾ തന്നെ ഈ പാവപ്പെട്ട BLOമാരെ പേടിപ്പിക്കുന്നത് എന്തിനാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ ഏറ്റുകുടിക്കൽ നടന്നിരിക്കുന്ന സംഭവത്തിൽ അവിടുത്തെ BLO ആയിരുന്ന അനീഷിനെ CPMകാർ ഭീഷണിപ്പെടുത്തിയതായി വ്യക്തമായി നമുക്ക് തെളിവുകളുണ്ട്. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന നമ്മളെ മണ്ഡലം യൂത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള വൈശാഖ് ഉൾപ്പെടെയുള്ള ഈ BLAമാരാണ്. അവരെ എന്തിനാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ളത്. BLAമാര് കൂടെ ഈ SIRന്റെ കടലാസുമായി അപേക്ഷവുമായി പോകുമ്പോൾ BLAമാരും കൂടെ പോകണമെന്നുള്ളതാണ്. അതിനാണ് സംസ്ഥാനത്ത് BLAമാരെ നിയമിച്ചിരിക്കുന്നത്. ആ BLAമാർക്ക് അതിനായിട്ടുള്ള അധികാരമുണ്ട്. BLOമാരുമായി നിരന്തരമായി സമ്പർക്കം പുലർത്താനും കാര്യങ്ങൾ ചെയ്യാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും BLAമാരെ വെച്ചിട്ടുണ്ട്. ആ BLAമാരെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് എന്തിനാണ് CPMകാർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? നമ്മൾ ഈ പറഞ്ഞ ഈ സമ്മർദ്ദങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ സമ്മർദ്ദത്തിന്റെ ഒപ്പരം CPMന്റെ ഭീഷണി കൂടി ആകുമ്പോൾ BLOമാർ എവിടെ എത്തും? ശ്രീ മാർട്ടിൻ ജോർജ്, ഈ ഭീഷണി അത് മറ്റൊരു BLOയെ കൂടെ കൂട്ടിയതിനാണ്. ആ BLOയ്ക്ക് ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു ഏതെങ്കിലും? BLA ഉണ്ട്, കോൺഗ്രസിന്റെ BLA ഉണ്ട്, CPMന്റെ BLA ഉണ്ട്. അപ്പൊ CPMന്റെയും കോൺഗ്രസിന്റെയും BLAമാരുണ്ട് കൂടെ. അതിൽ കോൺഗ്രസിന്റെ BLA കൂട്ടണ്ടെന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാങ്കോൽ ആലപ്പടമ്പ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനും UDFനും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത സ്ഥലമാണിത്. ഭീഷണിപ്പെടുത്തി നോമിനേഷൻ കൊടുക്കാൻ വിടാത്ത സ്ഥലമാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ BLA ഇപ്പോൾ തന്നെ SIR എടുത്തത് തന്നെ ശരിയായ നിലപാടല്ല. നമുക്കതിനകത്ത് ശക്തമായ പ്രതിഷേധമുണ്ട്. ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എങ്ങനെ ഈ സംവിധാനവുമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് സഹകരിക്കാൻ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എത്രമാത്രമുണ്ട്? നോമിനേഷൻ കൊടുക്കേണ്ട തിരക്ക്, മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ തിരക്ക്. ഡിസംബർ 4 ഡിസംബർ 13 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ അതിൻ്റെതായ പ്രായോഗിക പ്രയാസം അത് മനസ്സിലാക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതിന് ശക്തമായ നിലപാട് സ്വീകരിക്കുവാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും വേണ്ട രീതിയിൽ ഉണ്ടായിട്ടില്ല. ഇത് മാനസിക സംഘർഷത്തോടൊപ്പം തന്നെ ഇത് CPMന്റെ ഭീഷണി ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് മനസ്സിലായത്. ശരി, വളരെ നന്ദി ശ്രീ മാർട്ടിൻ ജോർജ് പ്രതികരിച്ചതിന്. കോൺഗ്രസിന്റെ ആരോപണത്തിൽ അതിൽ CPMന്റെ ഭീഷണി കൂടി ഉണ്ട് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മാർട്ടിൻ ജോർജ് കണ്ണൂർ DCC അധ്യക്ഷനാണ് പ്രതികരിച്ചത്. എന്നാലും BLOമാർ നേരിടുന്ന മാനസിക സമ്മർദ്ദം അത് വലിയ തോതിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ. അത് കൂടുതൽ പ്രതികരണങ്ങൾ വരും സമയങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാലും കണ്ണൂരിലാണ് ഇത്തരത്തിലൊരു സംഭവം. ജോലി സമ്മർദ്ദമുണ്ട് എന്ന് നേരത്തെ തന്നെ ഈ അനീഷ് ആത്മഹത്യ ചെയ്ത അനീഷ് ഏറ്റുകൊടുക്ക സ്വദേശിയാണ്. അദ്ദേഹം വീട്ടുകാരുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബം അത്തരത്തിൽ ആരോപിക്കുകയും ചെയ്യുന്നു. സമ്മർദ്ദം നേരിട്ടിരുന്നു അനീഷ് എന്നുള്ളതാണ്. ഈ വിവരങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. CPMന്റെ ഭീഷണിയാണെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് പറയുന്നു. കണ്ണൂർ DCC പ്രസിഡന്റ് പറയുന്നത് പ്രകാരം അവിടെ കോൺഗ്രസിന്റെ BLOയെ ഒപ്പം കൂട്ടി പോയതിനെ എതിരെ CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തി. വലിയ സമ്മർദ്ദം ഇത്തരത്തിൽ അനീഷ് നേരിട്ടിരുന്നു എന്നുള്ള മറ്റൊരു ആരോപണമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുന്നത്. അതായത് BLO അനീഷ് SIR ഫോം വിതരണവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക CPM നേതാക്കളുടെ കടുത്ത സമ്മർദ്ദം നേരിട്ടിരുന്നു എന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിൻ്റെ ആരോപണം. SIR ഫോം വിതരണം ചെയ്യുമ്പോൾ മറ്റൊരു BLOയെ കൂടി, അത് കോൺഗ്രസ് പ്രതിനിധിയാണ്,